ഹലോ ഓൾ, എല്ലാവർക്കും ബോട്ടണി മാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ട്രിപ്പനോസോമ ഗാംബിയൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ട്രിപ്പനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്നത് ഒരു പാരസൈറ്റിക് പ്രോട്ടോസോവനാണ്. അറിയാം അല്ലേ, നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ട്രിപ്പനോസോമ ഗാംബിയൻസ് കോസ് ചെയ്യുന്ന രോഗമാണ് സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ ട്രിപ്പനോസോമിയാസിസ്. ഓക്കെ, ഇവർ കോസ് ചെയ്യുന്ന ഡിസീസാണ് ഏത്? സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ ട്രിപ്പനോസോമിയാസിസ്. ഓക്കെ, ഇനി ഈ ട്രിപ്പനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്ന പാരസൈറ്റിന് 2 ഹോസ്റ്റുകളാണുള്ളത്. ഒന്ന് ഈച്ച അല്ലെങ്കിൽ സെറ്റ്സ് ഫ്ലൈ എന്ന് പറയും, സെറ്റ്സ് ഈച്ച, അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണമാണ് മനുഷ്യൻ. ഓക്കെ, ഇത്തരത്തിൽ 2 ഹോസ്റ്റുകളാണ് ട്രിപ്പനോസോമ ഗാംബിയൻസിനുള്ളത്. ക്ലിയർ ആണല്ലോ. ആൻഡ് ഈ ഒരു ഈച്ച അല്ലെങ്കിൽ സെറ്റ്സ് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിം ഒന്ന് ഓർത്ത് വയ്ക്കുക, ദാറ്റ് ഇസ് ഗ്ലോസീനിയ പൽപാലിസ്. ഓക്കെ, ഗ്ലോസീനിയ പൽപാലിസ്, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ മോർഫോളജിയിലേക്ക് കിടക്കാം. മോർഫോളജി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവരുടെ ബോഡി? ഇതാണ് അതിൻ്റെ ഡയഗ്രാം കേട്ടോ. അപ്പോൾ ഇതിൽ അവരുടെ ബോഡിയുടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പിൻഡിൽ ഷേപ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും അല്ലേ. സോ ഒരു ബോഡി എന്ന് പറയുന്നത് ഒരു സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ആൻഡ് ദ ബോഡി ഈസ് കവേർഡ് വിത്ത് പെല്ലിക്കിൾ. ഓക്കെ, ബോഡി കവർ ചെയ്തുകൊണ്ട് പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ഈ പെല്ലിക്കിൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ്. ഓക്കെ, പെല്ലിക്കിൾസ് നിർമ്മിച്ചിരിക്കുന്നത് മൈക്രോ ട്യൂബ്യൂൾസ് കൊണ്ടാണ്. ആൻഡ് ഈ പെല്ലിക്കിളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡിയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവരാണ് പെല്ലിക്കിൾ. ഓക്കെ, സോ ദെയർ ബോഡി ഈസ് കവേർഡ് വിത്ത് പെല്ലിക്കിൾ. പെല്ലിക്കിൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ്. ആൻഡ് അതുകൂടാതെ പെല്ലിക്കിൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അവരുടെ ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഡയഗ്രാം നോക്കിയിട്ട് ഇവർക്ക് എത്ര ഫ്ലജല്ല ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. എത്ര ഫ്ലജല്ല ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ ഫ്ലജല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സോ ദേ ആർ സിംഗിൾ ഫ്ലജല്ലേറ്റഡ്. ഓക്കെ, അവർ സിംഗിൾ ഫ്ലജല്ലേറ്റഡ് ആണ്. ആൻഡ് ദീസ് ഫ്ലജല്ല ഈസ് അറൈസിങ് ഫ്രം ദി ബ്ലെഫാരോബ്ലാസ്റ്റ് ഓർ ബേസൽ ഗ്രാന്യൂൾ. അത് നമുക്ക് ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ. ഇതാ ഈ ബ്ലെഫാരോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ബേസൽ ഗ്രാന്യൂളിൽ നിന്നാണ് ഈ ഒരു ഫ്ലജല്ല അറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് 2 ഹോസ്റ്റുകളുണ്ട്. അതിൽ അവർ കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്, ഈച്ചയുടെ സയൻറ്റിഫിക് നെയിം, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പനോസോമയ്ക്ക് 2 ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒന്ന് ട്രൈപ്പോമാസ്റ്റിഗോഡ് ഫോമും പിന്നൊന്ന് എപ്പിമാസ്റ്റിഗോഡ് ഫോമും. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രിപ്പനോസോമയ്ക്ക് 2 ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ട്രൈപ്പോമാസ്റ്റിഗോഡ് ഫോം, പിന്നൊന്ന് എപ്പിമാസ്റ്റിഗോഡ് ഫോം. അത് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് അവരുടെ ലൈഫ് സൈക്കിളിനെ കുറിച്ചൊന്ന് നോക്കാം. സോ നമ്മൾ പറഞ്ഞു അവർ 2 ഫോംസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ട്രൈപ്പോമാസ്റ്റിഗോഡ് ഫോമും പിന്നൊന്ന് എപ്പിമാസ്റ്റിഗോഡ് ഫോമും. ഇതിൽ മനുഷ്യനിൽ ട്രൈപ്പോമാസ്റ്റിഗോഡ് എന്ന് പറയുന്ന ഒരൊറ്റ ഫോമേ കാണാനായിട്ട് സാധിക്കുള്ളൂ. മനുഷ്യനിൽ എപ്പിമാസ്റ്റിഗോഡ് ഫോം ഇല്ല. ഓക്കെ, മനുഷ്യനിൽ ട്രൈപ്പോമാസ്റ്റിഗോട്ട് എന്ന് പറയുന്ന ഫോം മാത്രമേ ഉള്ളൂ, എപ്പിമാസ്റ്റിഗോട്ട് എന്ന് പറയുന്ന ഫോം ഇല്ല. ഇനി ഈച്ചയിലാണെങ്കിൽ അല്ലെങ്കിൽ സെറ്റ്സ് ഫ്ലൈയിലാണെങ്കിൽ ഈ 2 ഫോമും കാണാനായിട്ട് പറ്റും. അതായത് ട്രൈപ്പോമാസ്റ്റിഗോട്ട് ഫോമും കാണാൻ പറ്റും, അതുപോലെ തന്നെ എപ്പിമാസ്റ്റിഗോട്ട് ഫോമും കാണാൻ പറ്റും. ഇനി മനുഷ്യനിൽ ഈ ട്രൈപ്പോമാസ്റ്റിഗോട്ടിൻ്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളിലാണ് കാണാൻ പറ്റുന്നത്. ആ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് നീണ്ടതും മെലിഞ്ഞതുമായിട്ടുള്ള ട്രൈപ്പോമാസ്റ്റിഗോട്ട്. ഓക്കെ, ലോങ് ആൻഡ് സ്ലെൻഡർ ട്രൈപ്പോമാസ്റ്റിഗോട്ട്. അടുത്തത് ചെറുതും മുരടിച്ചതുമായിട്ടുള്ള ട്രൈപ്പോമാസ്റ്റിഗോട്ട്, ഷോർട്ട് ആൻഡ് സ്റ്റംപി ട്രൈപ്പോമാസ്റ്റിഗോട്ട്. പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ട്രൈപ്പോമാസ്റ്റിഗോട്ട്. ഇത്തരത്തിൽ 3 രൂപത്തിലാണ് മനുഷ്യനിൽ ട്രൈപ്പോമാസ്റ്റിഗോട്ട് ഫോം കാണാൻ പറ്റുന്നത്. ഇനി ഈച്ചയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ട്രൈപ്പോമാസ്റ്റിഗോട്ട് ഫോമും കാണാൻ പറ്റും, അതുപോലെ തന്നെ എപ്പിമാസ്റ്റിഗോട്ട് ഫോമും കാണാനായിട്ട് പറ്റും. അപ്പം ഈച്ചയിലുള്ള ഫോംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ലോങ് ആൻഡ് സ്ലെൻഡർ ട്രൈപ്പോമാസ്റ്റിഗോട്ട്. ഓക്കെ, നീണ്ടതും മെലിഞ്ഞതുമായിട്ടുള്ള ട്രൈപ്പോമാസ്റ്റിഗോട്ട്. പിന്നെന്താണ്? ലോങ് ആൻഡ് സ്ലെൻഡർ ആയിട്ടുള്ള എപ്പിമാസ്റ്റിഗോട്ട്. ഓക്കെ, നീണ്ടതും മെലിഞ്ഞതുമായിട്ടുള്ള എപ്പിമാസ്റ്റിഗോട്ട്. അതുപോലെ ചെറുതും മുരടിച്ചതുമായിട്ടുള്ള ട്രൈപ്പോമാസ്റ്റിഗോട്ട്, ലോങ് ആൻഡ് ഷോർട്ട് ആൻഡ് സ്റ്റംപി ട്രൈപ്പോമാസ്റ്റിഗോട്ട്. അപ്പോൾ ഇത്രയുമാണ് ഈച്ചയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ക്ലിയർ ആയല്ലോ? ഇതിൽ നീണ്ടതും മെലിഞ്ഞതുമായിട്ടുള്ള എപ്പിമാസ്റ്റിഗോട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഈച്ചയിൽ കാണപ്പെടുന്ന നീണ്ടതും മെലിഞ്ഞതുമായിട്ടുള്ള എപ്പിമാസ്റ്റിഗോട്ട്, ഇതിനെ നമ്മൾ ക്രിത്തിഡിയൽ ഫോം എന്ന് കൂടി പറയുന്നുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നീണ്ടതും മെലിഞ്ഞതുമായിട്ടുള്ള എപ്പിമാസ്റ്റിഗോട്ടിനെ നമ്മൾ ക്രിത്തിഡിയൽ ഫോം എന്നുകൂടി പറയുന്നുണ്ട്. അടുത്തത്
ചെറുതും മുരടിച്ചതുമായിട്ടുള്ള ട്രൈപ്പോമാസ്റ്റിഗോട്ട്. ഇത് ഇൻഫെക്റ്റീവ് ഫോമാണ്. ഇതിനെ നമ്മൾ മെറ്റാസൈക്ലിക് ഫോം എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് കരുതുന്നു. നമുക്ക് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കുറച്ചും കൂടി നോക്കാം. അതായത് ഇതെങ്ങനെയാണ് മനുഷ്യനിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം മനുഷ്യനിലേക്ക് ഒന്നല്ലെങ്കിൽ സൈക്ലിക് രീതിയിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ രീതിയിലോ പ്രവേശിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ എന്താണ് സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈച്ചയിൽ നിന്ന് മനുഷ്യനിലേക്ക്, ഓക്കെ, ഈ ഒരു പാരസൈറ്റ് ഈച്ചയുടെ ബോഡിയിൽ വെച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ട് മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ മനുഷ്യനിൽ വെച്ച് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഈച്ചയിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ ഒരു സൈക്ലിക് രീതിയിലാണ് എങ്കിൽ അത് നമുക്ക് എന്ത് പറയും? സൈക്ലിക് സംക്രമണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി എന്താണ് മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ? മെക്കാനിക്കൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ, ഇത്തരത്തിലുള്ള മെത്തേഡ്സിലൂടെയാണ് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഈ ഒരു പാരസൈറ്റ് പ്രവേശിക്കുന്നതെങ്കിൽ നമുക്കതിനെ മെക്കാനിക്കൽ രീതിയിൽ പ്രവേശിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പാരസൈറ്റിന് മനുഷ്യനിൽ വെച്ച് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ പാരസൈറ്റിൻ്റെ മനുഷ്യനിലെ ജീവിതചക്രം, ഓക്കെ, മനുഷ്യനിലുള്ള ജീവിതചക്രം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈച്ച ബൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ വഴിയോ മനുഷ്യ ശരീരത്തിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ പാരസൈറ്റ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു 1 മുതൽ 2 ആഴ്ച വരെ അവർക്കൊരു ഇൻക്യുബേഷൻ പീരീഡാണ്. ഓക്കെ, അവർക്കൊന്ന് സെറ്റാകാനുള്ള ഒരു സമയമാണത്. ആൻഡ് അതിനുശേഷം അവർ മനുഷ്യൻ്റെ ലിംഫ്, ടിഷ്യൂ, അതുപോലെ ഇൻ്റർസെല്ലുലാർ സ്പേസ് ഇതിലൂടെയൊക്കെ പ്രവേശിച്ച് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നമ്പർ മെല്ലെ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അവരിൽ നടക്കുന്നത് ദ്വിവിഭജനമാണ്. അപ്പം ഇത്തരത്തിൽ അവർ നമ്പർ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഡിഫറെൻറ്റ് ഫോം ഓഫ് ട്രിപ്പനോസോമ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു മനുഷ്യനിൽ ട്രൈപ്പോമാസ്റ്റിഗോട്ട് ഫോമാണ് കാണുന്നത്. അത് തന്നെ 3 തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിൽ 3 തരത്തിലുള്ള ട്രൈപ്പോമാസ്റ്റിഗോട്ട് മനുഷ്യൻ്റെ ബ്ലഡിലോ ലിംഫിലോ ടിഷ്യൂലോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണപ്പെടുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇപ്പം ഈ 3 ഫോംസും മനുഷ്യ ശരീരത്തിൽ ഉണ്ട്. ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത്, ഓക്കെ, ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ ഫോം ഒരു എമാസ്റ്റിഗോട്ട് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. എന്താണ് ഈ എമാസ്റ്റിഗോട്ട് ഫോം എന്ന് പറഞ്ഞാൽ? അതായത് അതൊരു റെസ്റ്റിംഗ് ഫേസാന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് അവർക്ക് ആ ഒരു കണ്ടീഷൻ, ആ ഒരു അൺഫേവറബിൾ കണ്ടീഷന് ടോളറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസ്റ്റിംഗ് ഫേസിലേക്ക് അവർ കടന്നു. അതാണ് ഈ എമാസ്റ്റിഗോട്ട് എന്ന് പറയുന്ന ഫോം. ഇനി ഒരു ഫേവറബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫേവറബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ അവർ ഡിവൈഡ് ചെയ്യാനും അവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യാനും തുടങ്ങും. ആൻഡ് ഇത്തരത്തിൽ അവർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നൈട്രജൻ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഈ നൈട്രജൻ വേസ്റ്റ് മനുഷ്യന് ദോഷകരമാണ്. ഇതാണ് മനുഷ്യനിൽ സ്ലീപ്പിംഗ് സിക്നെസ് അല്ലെങ്കിൽ ട്രിപ്പനോസോമിയാസിസ് കോസ് ചെയ്യുന്നതിന് കാരണം. ഇനി അതുമാത്രമല്ല, അതിൻ്റെ കൂടെ അനീമിയ, ല്യൂക്കോസൈറ്റോസിസ് ഇത്തരത്തിലുള്ള രോഗങ്ങളും കൂടി ഉണ്ടാവുന്നുണ്ട് എന്ന് ആലോചിക്കാം. ഇത്രയുമാണ് മനുഷ്യനിൽ നടക്കുന്നത്. അടുത്തത് ഈച്ചയിലുള്ള ജീവിതചക്രമാണ്. ഈച്ചയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെ? ഈച്ചയിലേക്ക് പ്രവേശിക്കുക, ഈ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണെ ഈച്ച ബൈറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് ഈച്ചയിലേക്ക് ഈ ഒരു ട്രിപ്പനോസോമ എൻറ്റർ ചെയ്യുന്നത്. അപ്പം ഈച്ചയിലേക്ക് പ്രവേശിക്കുന്നത് ചെറുതും മുരടിച്ചതുമായിട്ടുള്ള ട്രൈപ്പോമാസ്റ്റിഗോട്ട് ഫോമാണ്. ഈച്ചയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈച്ചയുടെ ഗട്ടിൽ വെച്ചിട്ട് ഇവർ നീളം കൂടിയ മെലിഞ്ഞ ട്രൈപ്പോമാസ്റ്റിഗോട്ടായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നീളം കൂടിയ മെലിഞ്ഞ ട്രൈപ്പോമാസ്റ്റിഗോട്ടായിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം ഇവർ ഈച്ചയുടെ സലൈവയിൽ വെച്ചിട്ട് നീളം കൂടിയ മെലിഞ്ഞ എപ്പിമാസ്റ്റിഗോട്ടായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പിമാസ്റ്റിഗോട്ട് എന്താണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്റ്റീവ് ഫോമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫെക്റ്റീവ് ട്രൈപ്പോമാസ്റ്റിഗോട്ട് പിന്നീട് ഈ ഒരു ഈച്ച ഒരു മനുഷ്യനെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ഒരു ജീവിതചക്രം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ആ ടേംസ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ പ്രൊഫൈലാക്സിസ് നോക്കാം. ആദ്യം പാത്തോജനിസിറ്റി നോക്കാം. നമുക്കറിയാം ഇവർ കോസ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറയുന്നത് ട്രിപ്പനോസോമിയാസിസ് അല്ലേ, നിദ്രാരോഗമാണ്, സ്ലീപ്പിംഗ് സിക്നെസ് ആണ് കോസ് ചെയ്യുന്നത്. പിന്നെന്താണ്, അത് കൂടാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അനീമിയ ഉണ്ടാവാം, ല്യൂക്കോസൈറ്റോസിസ് ഉണ്ടാവാം, അതുപോലെ
തലവേദന, പിന്നെന്താ പൾസ് പെട്ടെന്ന് കൂടുന്ന അവസ്ഥ, അതുപോലെ തന്നെ തുടയിടക്കിലൊക്കെ ഒരു പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് കലർന്നിട്ടുള്ള പാടുകൾ ഉണ്ടായിരിക്കാം. പിന്നെന്താണ് ലിംഫ് ഗ്രന്ഥിയുടെ വീക്കം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ട്രിപ്പനോസോമ ഗാംബിയൻസ് കാരണം ഉണ്ടാവുന്നുണ്ട്. ഇനി പ്രൊഫൈലാക്സിസിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഈച്ച അല്ലെങ്കിൽ ഈ ഒരു സെറ്റ്സ് ഫ്ലൈനെ നിയന്ത്രിക്കുന്നത് വഴി നമുക്ക് ഈ പാരസൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കാം, അതുപോലെ റിപ്പല്ലൻസ്, നെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഈച്ചേനെ നമുക്ക് നശിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ക്വാറന്റൈൻ മെത്തേഡ്സും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ട്രിപ്പനോസോമ ഗാംബിയൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ എക്സ്ട്രാ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ എന്തെങ്കിലും എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളതും കമൻസായിട്ട് താഴത്ത് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഉള്ളത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. താങ്ക്